നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖാണല്ലോ? എങ്ങനെ ഉണ്ടായിരുന്നു മഴ? അടിപൊളിയായിരുന്നോ? അവസാനം അതൊന്ന് മാറിയാൽ മതി എന്നുള്ള നിലയായി. അത്രയ്ക്കും മഴയായിരുന്നു അല്ലേ? നമുക്ക് നല്ല മഞ്ഞുകാലത്തും മഴക്കാലത്തും നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ പുലാവ്, വെജിറ്റബിൾ പുലാവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ചിക്കൻ പുലാവ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ പുലാവ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മന്തി റൈസിനൊക്കെ ഉപയോഗിക്കുന്ന സെല്ല റൈസാണ് എപ്പോഴും നല്ലത്. കുറച്ച് നീളത്തിലുള്ള അരിയാണ് സെല്ല റൈസ്. ഞാൻ സെല്ല റൈസ് യൂസ് ചെയ്തിട്ടാണ് ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ പുലാവ് എത്രയും പെട്ടെന്ന് അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചിക്കൻ പുലാവ് കഴിക്കണമെന്ന് വെച്ചാൽ കുറച്ചധികം പൈസ തരില്ലേ? നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ എത്ര നേരം കഴിക്കാം അല്ലേ ചിക്കൻ പുലാവ്? 500 ഗ്രാം സെല്ല റൈസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് 2 നേരം 8 ആൾക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് ഞാനിവിടെ ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. 500 ഗ്രാം ചിക്കനാണ് ചിക്കൻ പുലാവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന റൈസ് കൈമ റൈസാണ്. ഇത് നന്നായിട്ട് കഴുകി, അതായത് ഈ ഒരു ഗ്ലാസ് കൊണ്ട് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന പാകത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് സ്ട്രെയിനറിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. എന്നാലേ ഇതിലത്തെ വെള്ളമൊക്കെ പോയി ഇത് ഡ്രൈ ആവുള്ളൂ. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ പുലാവ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നിർബന്ധമായിട്ടും അതിൻ്റെ അരി നന്നായിട്ട് വറുക്കണം. എന്നാലേ അതിൻ്റെ ഗുണം ചോറിനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ചിക്കൻ പുലാവ്. അപ്പം നമ്മുടെ അരി ഇതാ നന്നായിട്ട് ഫ്രൈ ആയി. അത് ആവശ്യത്തിന് ഇത് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് വറുക്കണത് കേട്ടോ. സോക്ക് ചെയ്ത് അത് സ്ട്രെയിനറിൽ വെച്ച് അത് ഡ്രൈ ആയതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കണത്. ഒരു 15 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അപ്പം തന്നെ ഇത് കണ്ടോ നന്നായിട്ട് ആയി കിട്ടി. ഈ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഈ ചിക്കൻ പുലാവ് എന്ന് പേര് വെക്കുമ്പോൾ ആരും ഭയക്കൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളാണ്. നല്ല 2 വലിയ ഉള്ളി നൈസാക്കിയതാ അരിഞ്ഞത്. വളരെ നൈസായിട്ട് അരിയണം. 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി, 2 പച്ചമുളക്, അതിങ്ങനെ റൗണ്ടിൽ അരിയുക. പിന്നെ വേണ്ടത് ചിക്കൻ. ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കണത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാ നമ്മളുടെ ചിക്കൻ ഏകദേശം 500 ഗ്രാം ചിക്കൻ ഉണ്ട്. ഈ 3 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ 500 ഗ്രാം തന്നെ അരി ഉണ്ടാവും. മല്ലിയില, ഒരു നാരങ്ങ, ഉണക്ക നാരങ്ങ, സ്റ്റാർ അല്ലെങ്കിൽ തക്കോലെന്ന് പറയും, ഒരു 4 ഏലക്കായ, പിന്നെ കരയാമ്പൂ, കുറച്ച് മുഴുത്ത കുരുമുളക്, അതായത് മുഴുവൻ കുരുമുളക്, പിന്നെ നമ്മളുടെ പട്ട, ബേ ലീഫ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതായത് സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയില്ലേ, അതൊക്കെ തന്നെ വേണം. പിന്നെ കുരുമുളക് പൊടി, നെയ്യ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ സാധാരണ ഉണ്ടാക്കി വെക്കണത്, അപ്പോൾ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെരുംജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഉണക്ക നാരങ്ങയല്ല, നമ്മളുടെ സാദാ നല്ല ലെമൺ. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ പുലാവ് ഉണ്ടാക്കുന്നത്. നെയ്യ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ഈ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേഗം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൂത്തോട്ടേട്ടാ, എന്നാലേ അതിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സവാള മൂത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ ഉള്ളി ഇത്ര ആയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേ പെട്ടെന്ന് കരിയും, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറട്ടെ. പെരുംജീരകപ്പൊടി, നല്ല ജീരകപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി, ഒരു
ഈ സ്പൂൺ കൊണ്ട് ഒരു 1.5 ടീസ്പൂൺ. പിന്നെ ഗരം മസാല. ഇളക്കട്ടെ, പെട്ടെന്ന് ഇളക്കിയെടുക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് അതൊരു വെള്ള നിറാവണ വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മളുടേത് കരിയില്ല, ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് കരിയെന്ന് സംശയം ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്തോളൂ. നെയ്യ് ഒഴിക്കേണ്ടതാണ് എപ്പോഴും അത് ടേസ്റ്റ് കേട്ടോ. കണ്ടോ, നല്ല രസമായി കിട്ടി. കണ്ടോ, ഇതിൻ്റെ അടി നല്ല ക്ലീനായിട്ട് ഒട്ടും അടി പിടിക്കാതെ കിട്ടിയില്ലേ, കണ്ടില്ലേ. ഇനി ചിക്കനെ വെള്ളാണ്ട് ഇറങ്ങും നന്നായിട്ട്. അതൊരു വൈറ്റ് കളർ ആവണ വരെ നമുക്കിത് ഇളക്കിയെടുക്കണം. നമ്മളുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഒരു 5 മിനിറ്റ്. ചിക്കൻ പുലാവിൻ്റെ അരിക്ക് വേണ്ട വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ഹോട്ട് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ, പച്ചവെള്ളം ഉപയോഗിക്കേണ്ട. ഇതിലേക്ക് നമുക്ക് ഒരു മാഗിയുടെ ക്യൂബ് ഇട്ട് കൊടുക്കാം, ചിക്കൻ മാഗി ക്യൂബ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 4.5 ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഒക്കെ കൂടി ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരി ഇടാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെക്കാം. നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ നന്നായിട്ട് ഇത് തിളച്ചില്ലേ, ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, അരിയിലൊക്കെ നല്ല നെയ്യിൻ്റെ അംശമുണ്ട്. ഇനി നമ്മൾ നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ, അടിയിലൊന്നും പിടിക്കില്ല അത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ബിരിയാണിയുടെ അരി പാകാവും. അപ്പം നമ്മളുടെ ചിക്കൻ പുലാവ് എങ്ങനെയായി നമുക്ക് നോക്കാം. വാവ്, കണ്ടോ, ഇന്നത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിരിക്കണു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ പരത്തി വെച്ച് നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നാൽ ഒന്നും കൂടി ഇത് ഡ്രൈ ആയി ഉണ്ടാവും. ഇതിലെ ചൂടൊക്കെ പോയിട്ട് എന്നിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ പുലാവ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം അത് അടച്ചു വെച്ചു. ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയിട്ടുണ്ടാവും. വാവ്, അടിപൊളി പുലാവ് അല്ലേ. ഇനി നമുക്ക് ഇത് കഴിക്കാം ചൂടോടെ. എന്നിട്ട് കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് മല്ലിയില അതിലിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം വല്ലാത്ത തന്നെയാണ്. കുറച്ചേ ഇടുന്നുള്ളൂ. ആദ്യം മറ്റിയിൽ നല്ലോണം മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നാണ്ട് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ പ്ലേറ്റൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ. വിശക്കുണ്ട്, നേരെ 2:30 മണിയായി. നമ്മൾ ഈ ചിക്കൻ പുലാവിൻ്റെ കളറ് നോക്കൂ, അടിപൊളിയുണ്ട്. നമുക്ക് സാലഡും അച്ചാറും വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. ഇത് വേണ്ടാത്തവർക്ക് അത് വേണ്ട കേട്ടോ, എനിക്ക് നിർബന്ധമാണ് സാലഡ്. ഒന്ന് കഴിച്ചു പോകട്ടെ. നന്നായിട്ടുണ്ട്. എന്തിനല്ലേ നമ്മൾ ഹോട്ടലിൽ പോട്ടി പൈസയൊക്കെ കൊടുക്കണം, നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എത്ര എളുപ്പമല്ലേ. മട്ടൻ പുലാവ് ചിക്കൻ പുലാവിനേക്കാളും സ്വാദാട്ടാ. മട്ടൻ പുലാവ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എത്രയും വേഗം നമുക്ക് മട്ടൻ പുലാവ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കും. എന്നിട്ട് അത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് അപ്പം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഈ ചിക്കൻ പുലാവിൻ്റെ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടോ, അരി ഇടുമ്പോൾ അതിനനുസരിച്ച് വെള്ളം വേണം. പിന്നെ ചൂടുവെള്ളം ഉപയോഗിക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാഗി ക്യൂബ് ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ എപ്പോഴും അതിൽ മല്ലി മുളക് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് സ്പൈസി ആവണം. അപ്പോൾ കുരുമുളകില്ലേ, മുഴുവൻ കുരുമുളക്
ഏലക്കായ അതൊക്കെ പ്രത്യേകം വേണം. കരയാമ്പൂവ്. ഈ ചൂടോടക്കനെ നമ്മൾ ഇതിങ്ങോട്ട് കഴിക്കുമ്പോൾ നാക്കില്ലേ, അപ്പം അതിൻ്റെ ആ ഒരു എരിവൊക്കെ എടുക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ വീഡിയോ അധികം ലെങ്തി ആക്കണില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴേ നമ്മുടെ കണ്ണൻ അവനെ ശ്രദ്ധിക്കാൻ വേണ്ടി വിളിക്കുക. കാരണം വെച്ചാൽ അവന് വെയിലടിക്കുമ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കും. ആ പേപ്പർ ഇട്ട് കൊടുത്തത് ശരിയായിട്ടില്ല പറഞ്ഞിട്ട് അവൻ വിളിക്കുക. ആ വിളിച്ചു കഴിഞ്ഞ് അത് നമ്മൾ ശരിയായിട്ട് വെച്ച് കൊടുത്താൽ പിന്നെ അങ്ങനെ മൂളാൻ തുടങ്ങും, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ പുലാവ് ഇഷ്ടപ്പെട്ടോ? വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അല്ലേ? എല്ലാവരും ഒന്ന് ചിക്കൻ പുലാവ് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. കണ്ണൻ ഇതാ വളരെയധികം ശല്യം ചെയ്യുന്നു. കാരണം വെച്ചാൽ പറമ്പിലേക്ക് ഒരു നായ വരുന്നുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണേ. അപ്പോൾ ആ നായ കയറാതിരിക്കാനാണ് നമ്മളെ അറിയിക്കുന്നത്. എൻ്റെ വർത്തമാനം വേറൊരു വഴിക്ക് നീങ്ങണമല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. അതിന് എന്നെ ആയുസ്സും ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം നിങ്ങളെ. കണ്ണാ, എന്താണ് എവിടെ നായ വന്നിരിക്കണേ? ആ, എന്താ വർത്താനം കണ്ണാ? കണ്ണാ, കണ്ണാ വിസിലടിക്കൂ, ഒന്ന് വിസിലടിക്കുവോ? വേഗം നായനെ ഓടിക്കുവോ? ആ എടുക്കാൻ